السلام عليكم الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل സ്നേഹനിധികളായ മുത്തുമുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അല്ലാഹു മാപ്പാക്കി നൽകുമാറാകട്ടെ. ധാരാളം ആളുകൾ ഈ സയ്യിദിയ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. ധാരാളം ആളുകൾ കമന്റ് ബോക്സിലായിട്ടും വാട്സപ്പിൽ മെസ്സേജ് അയച്ചും വിളിച്ചും ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഇവിടമിൽ കൺസൾട്ടിങ്ങിന് വന്നുകൊണ്ട് ദുആ വസിയത്തുകൾ അറിയിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരൊക്കെ പ്രതീക്ഷിക്കുന്നത് തങ്ങൾ മജ്ലിസിൽ വേണ്ടി ഞങ്ങൾക്ക് ദുആ ചെയ്യും, ഞങ്ങൾക്ക് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നൊരു പ്രതീക്ഷയിലാണ് അവർ ദുആ വസിയത്തുകൾ ഇങ്ങനെ അറിയിക്കുന്നത്. അല്ലാഹുവേ, അവരെ സകലമാന മുറാദുകൾ നിനക്കറിയാമല്ലോ അല്ലാഹ്. അവരെ മനസ്സിലുള്ള മുറാദുകൾ, അവരെ എഴുതി അറിയിക്കുന്ന മുറാദുകൾ നിനക്കറിയാമല്ലോ തമ്പുരാനെ. നീ ഹാസിലാക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഈ മജ്ലിസിൽ വെച്ച് ചർച്ച ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു മജ്ലിസാണ്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസ് ധാരാളം ആളുകൾ ചോദിക്കുന്നൊരു പ്രയാസമാണ്. പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ ഞങ്ങളെ തടിക്ക് ഏൽക്കാതിരിക്കാൻ, ഞങ്ങളെ മക്കൾക്ക് ഏൽക്കാതിരിക്കാൻ, ഞങ്ങളെ വീട്ടിൽ ഏൽക്കാതിരിക്കാൻ, ഞങ്ങളെ പറമ്പിൽ ഏൽക്കാതിരിക്കാൻ, ഞങ്ങളെ ഭൂമിയിൽ ഏൽക്കാതിരിക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ധാരാളം ആളുകൾ പറയുന്ന ഒരു ചോദിച്ച് അവരന്വേഷിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ആ ഒരു കാര്യമാണ്. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? 3 കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ്. പൈശാചികമായ ഉപദ്രവങ്ങൾ നമ്മളെ നിത്യജീവിതത്തിൽ നമ്മൾ കേൾക്കാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട 3 കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ മജ്ലിസിൽ ചർച്ച ചെയ്യുന്നത്. ധാരാളം ആളുകൾ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഇവിടത്തേക്ക് കൺസൾട്ടിങ്ങിന് വന്നുകൊണ്ട് പറയുന്നതും അതാണ്. പൈശാചികമായ ഉപദ്രവങ്ങൾ ധാരാളം വർഷമായി, ധാരാളം കാലമായി ഈ കെണിയിൽ ഞാൻ കുടുങ്ങിയിരിക്കുന്നു. ഇതൊരിക്കും ഒരു രക്ഷ എനിക്കില്ല. വല്ലാണ്ട് പ്രയാസപ്പെടുത്തുകയാണ്, വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുകയാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇതിനൊരു തങ്ങൾ നല്ലൊരു അമൽ എനിക്ക് പറഞ്ഞു തരണം. ഒരു അമല് ഇൻഷാ അല്ലാഹ് എനിക്ക് പറഞ്ഞു തരണം എന്ന് ചോദിച്ച് വരുന്ന ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് ധാരാളം ആളുകൾ ഇനി ഒരു പ്രയാസവും പൈശാചികമായിട്ടുള്ള ഒരു ഉപദ്രവവും നമ്മളെ തടിക്കേൽക്കാതിരിക്കാൻ, നമ്മുടെ മക്കൾക്ക് ഏൽക്കാതിരിക്കാൻ, നമ്മളെ വീടിനേൽക്കാതിരിക്കാൻ, നമ്മളെ സമ്പത്തിനേൽക്കാതിരിക്കാൻ ഇൻഷാ അല്ലാഹ് നമ്മൾ നിത്യജീവിതത്തിൽ പതിവാക്കേണ്ട 3 കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ നിത്യജീവിതത്തിൽ നമ്മൾ പതിവാക്കേണ്ടത്. അങ്ങനെ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ ഒരു ഉപദ്രവം നമ്മൾ കേൾക്കൂല, ഒരു സിഹർ നമ്മൾ കേൾക്കൂല, ഒരു കണ്ണേർ നമ്മൾ കേൾക്കൂല, ഒരു നാപ്പോര് നമ്മൾ കേൾക്കൂല, ഒരു പൈശാചികമായിട്ടുള്ള എന്ത് ഉപദ്രവവും നമ്മൾ കേൾക്കൂല. സാഹിര്യങ്ങളെ സിഹറിനെ തൊട്ട് അള്ളാഹു നമുക്ക് വലിയ കാവൽ അള്ളാഹു നൽകുമാറാകട്ടെ. ചൊല്ലാനും ജീവിതത്തിൽ പതിവാക്കാനും ദായിമാക്കാനും അള്ളാഹ് ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ. അള്ളാഹ് നീ തൗഫീക്ക് നൽകണേ തമ്പുരാനെ.
ഇൻഷാ അല്ലാഹ് ആ ചർച്ചയിലേക്ക്, ആ 3 കാര്യങ്ങളിലേക്ക് ഇൻഷാ അല്ലാഹ് പോകുന്നതിന് മുമ്പ് ധാരാളം ആളുകൾ പല ഭാഗങ്ങളിൽ നിന്ന്, എപ്പോഴും പറയുന്നത് പോലെ പല ഭാഗങ്ങളിൽ നിന്നാണ് മജ്ലിസിലേക്ക് വിളിക്കുന്നത്. കേരളത്തിൻ്റെ അകത്തു നിന്നുള്ള ആളുകൾ, കർണാടക, തമിഴ്നാട് പോലുള്ള ഇതര സ്റ്റേറ്റുകളിൽ നിന്ന്, എൻ്റെ പ്രവാസി സുഹൃത്തുക്കൾ, ദ്വീപ് നിവാസികൾ, അവരൊക്കെ വിളിച്ചന്വേഷിക്കുന്നത് ഇനി എന്നാണ് കൺസൾട്ടിങ് ഉള്ളത്. യൂട്യൂബ് എന്ന് പറയുന്ന ഈ വലിയ പ്ലാറ്റ്ഫോമിൽ പറയുന്ന സമയത്ത് ധാരാളം ആളുകൾ അത് കേൾക്കുകയും അവർക്ക് വലിയ ഉപകാരമാവും. കാരണം വിളിച്ചു ചോദിക്കണ്ടല്ലോ, ഇനി ബുക്ക് ചെയ്ത് നേരിട്ട് തങ്ങളുടെ അടുത്തേക്ക് പോയാൽ മതി എന്നുള്ള ഒരു ഉദ്ദേശമാണ്. പല ഭാഗങ്ങളിൽ നിന്ന് വിളിക്കുന്ന സമയത്ത് ചില ആളുകൾക്ക് ഫോൺ, അവരുടെ കോളുകൾ അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാകാറുണ്ട്. ചില പരിപാടികളിലും മജ്ലിസിലൊക്കെ ആയിരിക്കും, ആ സമയത്തായിരിക്കും അവർ വിളിക്കുന്നത്. ഒരു സമയത്ത് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ മറ്റൊരു സമയത്ത് നിങ്ങൾ ട്രൈ ചെയ്യാം. ആ സമയത്ത് ആളുള്ള സമയത്ത് ഇൻഷാ അല്ലാഹ് എടുക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇനി ബുക്ക് ചെയ്തിട്ടാണ് ഇൻഷാ അല്ലാഹ് വരേണ്ടത്. ഈ നമ്പറിൽ വിളിച്ച് വഴി ചോദിച്ചറിഞ്ഞ് ബുക്ക് ചെയ്ത് ഇൻഷാ അല്ലാഹ് നിങ്ങൾ വരിക. മുൻകൂട്ടി ഇൻഷാ അല്ലാഹ് ബുക്ക് ചെയ്യാം. ധാരാളം ആളുകൾ വലിയ നീറുന്ന പ്രയാസവുമായിട്ട്, വേവലാതിയുമായി, ബുദ്ധിമുട്ടുമായി, എടങ്ങേറുമായി ഈ ഇമ്മരപ്പടിയിലേക്ക് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും വരുന്നു. പൈശാചികമായ ഉപദ്രവങ്ങളിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകൾ, പല ജാതി പ്രയാസങ്ങളിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾ, വിവാഹ തടസ്സങ്ങളിൽ പ്രയാസപ്പെടുന്ന ആളുകൾ, പിണക്ക തടസ്സങ്ങളിൽ പ്രയാസപ്പെടുന്ന ആളുകൾ, അങ്ങനെ പല ജാതി പ്രയാസങ്ങളായിട്ട്, നീറുന്ന പ്രയാസവുമായിട്ട് ഇവിടത്തേക്ക് വരുന്ന ആളുകൾ, റഹ്മുർ-റഹീമീനായ അല്ലാഹ് അവരെ സകലമാന മുറാദുകളും അവരെ സകലമാന പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. അവർക്ക് നീ ശിഫ നീ നൽകണേ അല്ലാഹ്. രോഗികളുണ്ട് അല്ലാഹ്, രോഗശമനം നീ നൽകണേ അല്ലാഹ്. രോഗശമനം നീ നൽകണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് നമ്മൾ മജ്ലിസിലേക്ക് കടക്കാം. എന്താണ് പൈശാചികമായ ഉപദ്രവങ്ങൾ നമ്മളെ ശരീരത്തിൽ ഏൽക്കാതിരിക്കാൻ, നമ്മളെ തടിയിൽ ഏൽക്കാതിരിക്കാൻ, നമ്മളെ മക്കളിൽ ഏൽക്കാതിരിക്കാൻ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അത് വരാതിരിക്കാൻ, നമ്മൾ കുടിക്കുന്ന പാനീയത്തിൽ വരാതിരിക്കാൻ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? ചുറ്റും ശത്രുക്കളാണ്. എവിടുന്നാണ് ഇത്തരം പ്രയാസങ്ങൾ വരുന്നതെന്ന് ഞങ്ങൾക്ക് പോലും മനസ്സിലാകുന്നില്ല. ഞങ്ങൾ ഒരാളോടും അങ്ങോട്ട് ഉപദ്രവിക്കാൻ പോകാറില്ല, ഒരു പ്രയാസത്തിനും ഞങ്ങൾ പോകാറില്ല. എന്തിനാണ് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഇത്തരം പ്രയാസങ്ങൾ ഇല്ലാതിരിക്കാൻ, ഇത്തരം ബുദ്ധിമുട്ടുകൾ ഇല്ലാതിരിക്കാൻ നമ്മൾ എന്താണ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്? നമ്മളെ ശരീരത്തിന് എന്താണ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്? എന്ത് ഊതിയിട്ടാണ് ഞങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്? എന്ത് ചൊല്ലിയിട്ടാണ് ഞങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്ന ആളുകൾ, ഇൻഷാ അല്ലാഹ് ഒന്നാമതായിട്ട് 3 കാര്യങ്ങളാണ് നമ്മൾ നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. ഒന്നാമതായിട്ട് ശ്രദ്ധിച്ചു കേട്ടോ. ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ആയത്തുൽ കുർസി ഓതി മന്ത്രിക്കാതെ ഒരു മുറുക്ക് വെള്ളം പോലും നമ്മുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ നമ്മൾ കുടിക്കരുത്. എനി ടൈം, എല്ലാ സമയത്തും, രാവിലെ ആയാലും ഉച്ചക്കായാലും രാത്രിയായാലും എല്ലാ സമയത്തും ഒരു മുറുക്ക് വെള്ളം ആയത്തുൽ കുർസി ഓതി മന്ത്രിക്കാതെ ആ മുറുക്ക് വെള്ളം നമ്മളെ ശരീരത്തിലേക്ക് നമ്മൾ കയറ്റരുത്, വയറിലേക്ക് നമ്മൾ കയറ്റരുത്. അത് പറയാനുള്ള കാരണം, എന്തു ഭക്ഷണ പദാർത്ഥവും പാനീയവും നമ്മൾ കഴിക്കുന്ന സമയത്ത് ആയത്തുൽ കുർസി ഓതി ആ ഭക്ഷണ പദാർത്ഥത്തിലേക്ക് മന്ത്രിക്കുക, ആ പാനീയത്തിലേക്ക് മന്ത്രിക്കുക. എന്നിട്ട് നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിൽ ഓൾറെഡി പിശാച് ഉണ്ടെങ്കിൽ ആ പിശാച് അത് കഴിക്കില്ല. ആ പിശാച് പിന്നെ കൂടുതൽ ദിവസം, കൂടുതൽ കാലം നമ്മളെ ശരീരത്തിൽ, നമ്മളെ തടിയിൽ നിൽക്കൂല. അവൻ ഓടി രക്ഷപ്പെടും. കാരണം അവനക്കൊന്നും തിന്നാൻ കിട്ടുന്നില്ല, അവനക്ക് ഈ ശരീരം കൊണ്ട് ഒരു നേട്ടവുമില്ല. അപ്പോൾ അവൻ മനസ്സിലാക്കി, അത് തിരിച്ചറിഞ്ഞ് അവൻ ആ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകും. എനി ടൈം, എല്ലാ സമയത്തും ആയത്തുൽ കുർസി ഓതി മന്ത്രിക്കാതെ ഒരു ഭക്ഷണവും ഒരു പാനീയവും നമ്മൾ കഴിക്കരുത്. ഒന്നാമത്തത്.
ശ്രദ്ധിച്ചോ. ഒന്നാമത്തെ കാര്യം ധാരാളം ആളുകൾ അത് ചോദിച്ചത് കൊണ്ടാണ് ഇൻഷാ അല്ലാഹ് മജ്ലിസിൽ ഉൾപ്പെടുത്തി ഞാനിത് പറയുന്നത്, ഞാനിത് സംസാരിക്കുന്നത്. ധാരാളം ആളുകൾ ഇത്തരം പ്രയാസങ്ങൾ കുടുങ്ങി നിൽക്കുന്ന ധാരാളം ആളുകളുണ്ട് മുഅ്മിനീങ്ങളെ. നമ്മളെ കൂട്ടത്തിൽ ധാരാളം ആളുകൾ ഇത്തരം ഉപദ്രവങ്ങളിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകൾ. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ മാനസികമായി താളം തെറ്റിയ ആളുകൾ, മെഡിസിൻ കഴിക്കുന്ന ആളുകൾ, ഇത്തരം ഉപദ്രവങ്ങൾ വന്നുകൊണ്ട് മാനസിക മെഡിസിൻ കഴിക്കുന്ന, ഗുളിക കഴിക്കുന്ന ആളുകൾ, ധാരാളം ആളുകൾ, പൈശാചികമായ ഉപദ്രവങ്ങൾ കുടുങ്ങി നിൽക്കുന്ന ആളുകൾ, അതിൻ്റെ കറക്റ്റ് ചികിത്സാ രീതികൾ അറിയാതെ കുടുങ്ങിപ്പെട്ട് നിൽക്കുന്ന ധാരാളം ആളുകളുണ്ട്. അല്ലാഹുവേ നീ ശിഫ കൊടുക്കണേ അല്ലാ, നീയാണ് ഷാഫിഉ തമ്പുരാനെ, നീ ശിഫ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. അതിൽ നിന്നൊക്കെ വലിയൊരു മുക്തത, പരിപൂർണ ഒരു ശിഫ അവർക്ക് നീ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ, നീ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. ഇത്തരം പ്രയാസങ്ങൾ ഞങ്ങളെ ശരീരത്തിലോ ഞങ്ങളെ മക്കളുടെ ശരീരത്തിലോ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുടെ ശരീരത്തിലോ ഞങ്ങളുമായി സ്നേഹിക്കുന്ന സഹകരിക്കുന്നവരുടെ ശരീരത്തിലോ നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ല തമ്പുരാനെ, നീ നൽകല്ല തമ്പുരാൻ. ഒന്നാമത്തെ കാര്യം കിട്ടിയില്ലേ? എല്ലാ സമയത്തും ഏത് സമയത്ത് എത്ര ലിറ്റർ എത്ര വെള്ളമാണോ നമ്മൾ കുടിക്കുന്നത്, എത്ര എന്ത് ഭക്ഷണപാനീയമാണോ ഭക്ഷണമാണോ നമ്മൾ കഴിക്കുന്നത്, അതിലേക്ക് ആയത്തുൽ കുർസി ഓതി മന്ത്രിച്ചിട്ടേ നിങ്ങൾ കഴിക്കാവൂ. പല ആളുകൾ പറയാറുണ്ട്, ശനിയാഴ്ചയും തിങ്കളാഴ്ചയും വന്നുകൊണ്ട് പറയാറുണ്ട്, എൻ്റെ വയറ്റിൽ മരുന്നുണ്ട്, നിങ്ങളെ കൈവശം ചെന്നിട്ടുണ്ട്. ഏത് സമയത്താണ് അവർക്ക് വന്നു ചേർന്നത്? ഒരു കല്യാണ സൽക്കാരത്തിന് പോയിരുന്നു, ആ സമയത്താണ് ഞങ്ങൾക്ക്. അതിൻ്റെ ശേഷമാണ് വയറിനൊരു ചുട്ടുകാളൽ, വയറിങ്ങനെ വീർത്തു വരിക, ഗ്യാസിന്റെ പ്രയാസം, വയറ് വല്ലാതെ ബുദ്ധിമുട്ടാക്കുന്നു, വയറിങ്ങനെ സ്തംഭിക്കുക, അങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ ഇപ്പോൾ വലിയ ഇടങ്ങേറാണ്. നല്ല നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, ഖുർആൻ ഓതാൻ കഴിയുന്നില്ല, നിസ്കരിക്കാൻ കഴിയുന്നില്ല, ഒരു നല്ല കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല. അതിൻ്റെ ശേഷമാണ് തങ്ങൾ ഇത്രയും പ്രയാസം ഉണ്ടായത്. ആ സൽക്കാരത്തിന് പോയ ശേഷം എല്ലാവരും ഞങ്ങളുടെ കൂടെ ഭക്ഷണം കഴിച്ചു, അവർ മാത്രം ഞങ്ങളിപ്പം കഴിച്ചില്ല. അതൊരു പേടിയായിരിക്കും, അതൊരു സംശയമായിരിക്കും, അതിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. പക്ഷെ പറയുന്നതാണ് ഞാൻ ഇൻഷാ അല്ലാഹ് ഞാനിത് പറഞ്ഞു വന്നത്. അങ്ങനെയുള്ള പ്രയാസം നമ്മളെ ശരീരത്തിൽ ഏൽക്കാതിരിക്കാൻ നിങ്ങൾക്ക് സംശയമുള്ളവർ എന്ത് തന്നാലും ആയത്തുൽ കുർസി ഓതി മന്ത്രിച്ച് നീ കഴിക്ക്. അതിലെത്ര ജപിച്ച കൈവശമുണ്ടെങ്കിലും ജപിച്ചിട്ട പൊടിയുണ്ടെങ്കിലും എന്ത് പ്രയാസം ഉണ്ടെങ്കിലും നമ്മളെ ശരീരത്തിലേക്ക് ആയത്തുൽ കുർസി ഓതി മന്ത്രിക്കലോടുകൂടി ആ പ്രയാസം അവിടുന്ന് തീർന്നു. പിന്നെ നമ്മളെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിനവിടെ ബുദ്ധിമുട്ടുണ്ടാക്കാൻ സ്ഥാനം ഉണ്ടാവൂല, അതവിടെ ബുദ്ധിമുട്ടുണ്ടാക്കൂല. മനസ്സിലായോ? ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആയത്തുൽ കുർസി ഓതി മന്ത്രിക്കാതെ ഒരു മുറുക്ക് വെള്ളം പോലും നമ്മളെ ശരീരത്തിലേക്ക് നമ്മൾ ആക്കരുത്. ഒന്നാമതായിട്ട് പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വലിയ മുക്തത നേടണോ? ഇൻഷാ അല്ലാഹ് ഇത് ചെയ്യാം. ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യണം. ആയത്തുൽ കുർസി ഓതി മന്ത്രിക്കാതെ കഴിക്കാൻ പറ്റുന്ന ഒരേ ഒരു പാനീയം അത് കരിക്കിൽ നിന്നുള്ള വെള്ളമാണ്, കോക്കനട്ട് വാട്ടർ മാത്രം. അതായത് കരിക്കിൽ നിന്നും തേങ്ങയിൽ നിന്നും കിട്ടുന്ന വെള്ളം മാത്രം. അത് ഡയറക്റ്റ് കരിക്കിൽ നിന്ന് കുടിക്കുകയാണെങ്കിൽ മാത്രം, അത് ഗ്ലാസ്സിലൊഴിച്ചോ മറ്റുള്ള പാത്രത്തിലൊഴിച്ചോ കുടിക്കുകയാണെങ്കിൽ അതിൽ ഓൾറെഡി പിശാചിന്റെ സാന്നിധ്യം ഉണ്ട്, അപ്പം നമുക്ക് കഴിക്കാൻ കഴിയില്ല. ഉണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തും. അപ്പൊ നമ്മൾ കഴിക്കേണ്ട ഏതു വസ്തുവിലും ആയത്തുൽ കുർസി ഓതി മന്ത്രിക്കാതെ നമ്മൾ കഴിക്കരുത്. ഒന്നാമത്തെ കാര്യം.
എല്ലാ സമയത്തും എന്ത് ഭക്ഷണ പദാർത്ഥമാണോ പാനീയമാണോ നമ്മൾ കഴിക്കുമ്പോൾ ആയത്തുൽ കുർസി ഓതി മന്ത്രിക്കാതെ നമ്മൾ കഴിക്കരുത്. ആയത്തുൽ കുർസിയുടെ മഹത്വം എന്താണ്? മഹാനായ സയ്യിദുൽ ഖുറാ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടുക്കൽ ഉണ്ടാകുന്ന സമയത്ത് ഹബീബായ തങ്ങൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, യാ ഉബയ്യ് ഇബ്നു കഅബ് അയ്യു ആയത്തിൻ അഅ്ളമു ഫീ കിതാബില്ലാഹ്, അയ്യു ആയത്തിൻ അഅ്ളമു ഫീ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കിതാബിൽ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ ഏറ്റവും മഹത്തമാക്കപ്പെട്ട ആയത്ത് ഏതാണ്? ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് മറുപടി പറഞ്ഞു, അല്ലാഹു വറസൂലു അഅലം, എനിക്കറിയില്ല നബിയേ, എനിക്കറിയില്ല. അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും മാത്രമേ അറിയുള്ളൂ, എനിക്കറിയില്ല. വീണ്ടും വീണ്ടും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, അയ്യു ആയത്തിൻ അഅ്ളമു ഫീ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ ഏറ്റവും മഹത്വമുള്ള ആയത്ത് ഏതാണ്? ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു. അപ്പോൾ അല്ലാഹുവിന്റെ റസൂലിനോട് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല മറുപടി പറഞ്ഞത് ആയത്തുൽ കുർസി, ആയത്തുൽ കുർസിയാണ് റസൂലുള്ളാഹി. നബിയേ, അത് ആയത്തുൽ കുർസിയാണെന്ന് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു രണ്ടാമതായിട്ട് മറുപടി പറഞ്ഞ സമയത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, ലിയഹ്നികൽ ഇൽമു യാ അബൽ മുൻദിർ, അബുൽ മുൻദിറേ, നിങ്ങൾക്ക് അല്ലാഹു വിജ്ഞാനം നൽകിയിരിക്കുന്നു, അറിവ് അല്ലാഹു നൽകിയിരിക്കുന്നു. അല്ലാഹുവിന്റെ ഇൽമ് നിങ്ങൾക്ക് അല്ലാഹു നൽകിയിരിക്കുന്നു. ഏറ്റവും മഹത്തമാക്കപ്പെട്ട ആയത്ത് അത് ആയത്തുൽ കുർസിയാണ്. ഏറ്റവും മഹത്തമാക്കപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ ഏറ്റവും മഹത്തമാക്കപ്പെട്ട ആയത്ത് പരിശുദ്ധമാക്കപ്പെട്ട ആയത്തുൽ കുർസിയാണ്. ആ ആയത്തുൽ കുർസി ഓതിയിട്ടാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ എന്ത് പാനീയമാണെങ്കിലും ഭക്ഷണ പദാർത്ഥമാണെങ്കിലും നമ്മൾ കഴിക്കേണ്ടത്. എന്ത് പദാർത്ഥമാണ് എനി ടൈം, എല്ലാ സമയത്തും. പിന്നീടോ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ആയത്തുൽ കുർസി ഓതി തന്റെ വീട് മന്ത്രിക്കുമായിരുന്നു, ചുറ്റുഭാഗം ഓതി മന്ത്രിക്കുമായിരുന്നു. അത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, പൈശാചികമായ സാന്നിധ്യം വീട്ടിൽ ഇല്ലാതിരിക്കാൻ. അപ്പൊ നമ്മൾ ഓതി മന്ത്രിച്ചാലും കുടിച്ചാൽ അത് പിശാചിന്റെ സാന്നിധ്യം ഉണ്ടാവൂല. വീടിനെ മന്ത്രിച്ചാൽ അവിടെ പിശാചിന്റെ സാന്നിധ്യം ഉണ്ടാവൂല. ഏറ്റവും മഹത്വമാക്കപ്പെട്ട ആയത്ത് അത് ആയത്തുൽ കുർസിയാണ്. അത് ഓതിയിട്ടാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ മന്ത്രിച്ച് കുടിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ, ചെയ്യാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമത്തെ കാര്യമാണ് ഇൻഷാ അല്ലാഹ്. ശ്രദ്ധിക്കണേ, ഒന്നാമത്തെ കാര്യം എല്ലാ സമയത്തും ആയത്തുൽ കുർസി ഓതി മന്ത്രിച്ചിട്ട് നമ്മൾ കഴിക്കാവൂ, കുടിക്കാവൂ. രണ്ടാമതായിട്ട് വുളൂ ഇല്ലാതെ ഒരു സമയം പോലും നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. എല്ലാ സമയത്തും എനി ടൈം വുളൂഇലായിരിക്കണം. അപ്പോൾ പിശാചിന്റെ ഒരു ഉപദ്രവം നമുക്ക് ഉണ്ടാവൂല. ആര് നമ്മൾക്ക് മാരണം ചെയ്യാൻ ഉദ്ദേശിച്ചോ അത് നമ്മൾ കേൾക്കൂല. ആര് നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിച്ചോ അത് നമ്മൾ കേൾക്കൂല. പിശാചിന്റെ സാന്നിധ്യം നമ്മളെ ശരീരത്തിൽ ഏൽക്കില്ല. എനി ടൈം വുളൂഓടെ കൂടി നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ സമയത്തും നമുക്ക് വുളൂ വേണം. വുളൂഓട് കൂടിയായിരിക്കണം എല്ലാ നമ്മളെ പ്രവർത്തനങ്ങളും. ഉണ്ടായി കഴിഞ്ഞാൽ പൈശാചികമായ ശർറ് നമ്മൾ കേൾക്കില്ല. മൂന്നാമതായിട്ട് ബിസ്മി ചൊല്ലാതെ നമ്മൾ ഒരു വസ്തു നമ്മൾ കഴിക്കരുത്.
നമ്മൾ കുടിക്കരുത്, കഴിക്കരുത്, ഒന്നും നമ്മൾ ചെയ്യരുത് ബിസ്മി ചൊല്ലാതെ. ചില സ്ത്രീകൾക്കുണ്ടാവും ആയത്തുൽ കുർസി ചെല്ലാൻ ഓതി മന്ത്രിക്കാൻ പറ്റാത്ത സമയത്ത് നമ്മൾ എന്താ ചെയ്യുക തങ്ങളെ? നിങ്ങൾ ചെയ്യേണ്ടത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും മൂന്നാമത്തെ കാര്യം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി മന്ത്രിച്ച് ഇൻഷാ അല്ലാഹ് കഴിക്കാം, കുടിക്കാം. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മൂന്ന് കാര്യമാണ് നിത്യജീവിതത്തിൽ പൈശാചികമായ ഉപദ്രവങ്ങൾ ഏൽക്കാതിരിക്കാൻ, സിഹർ ഏൽക്കാതിരിക്കാൻ, കണ്ണേർ ഏൽക്കാതിരിക്കാൻ, നാപ്പോര് ഏൽക്കാതിരിക്കാൻ, എന്ത് ഉപദ്രവങ്ങളും ഏൽക്കാതിരിക്കാൻ ഇൻഷാ അല്ലാഹ് നമ്മൾ ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങൾ. ആയത്തുൽ കുർസി ഓതി മന്ത്രിക്കാതെ ഒരു മുറുക്ക് വള്ളം പോലും നമ്മൾ കുടിക്കരുത്, കഴിക്കരുത്. രണ്ടാമത്തത്, എപ്പോഴും നമ്മൾ വുളൂഇലായിരിക്കുക, രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത്, ബിസ്മി ചൊല്ലി നമ്മൾ കഴിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് കുടിക്കണം, കഴിക്കണം. ആയത്തുൽ കുർസി ഓതി മന്ത്രിക്കണം. ഇൻഷാ അല്ലാഹ് അങ്ങനെ നമ്മൾ ഈ മൂന്ന് കാര്യം നമ്മൾ ശ്രദ്ധിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ പൈശാചികമായ പിശാചിന്റെ സാന്നിധ്യം നമുക്ക് ഉണ്ടാവില്ല. നമുക്ക് എവര് എങ്ങനെ ജപിച്ച് മന്ത്രിച്ച് എങ്ങനെ പാനീയത്തിലാക്കി ഭക്ഷണത്തിലാക്കി തന്നാലും നമ്മുടെ ശരീരത്തിൽ അത് ഏൽക്കൂല, എന്ത് കൈവശവും ഏൽക്കൂല. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ അറിവിനെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ പകർത്തിക്കൊണ്ട് ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുക. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ ഇത്തരം പ്രയാസങ്ങളിൽ പെട്ടു നിൽക്കുന്ന ധാരാളം ആളുകളുണ്ട്. അർഹമുർ റഹീമീനായ തമ്പുരാനെ, അവർക്ക് നീ സലാമത്ത് കൊടുക്കണേ അല്ലാഹ്, നീ രക്ഷ കൊടുക്കണേ അല്ലാഹ്. അവരെല്ലാ പ്രയാസങ്ങളും നീ മാറ്റി നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്. ഇത്തരം ഉപദ്രവങ്ങൾ ഞങ്ങളെ ജീവിതത്തിൽ നീ നൽകല്ലേ അല്ലാഹ്, നീ നൽകല്ലേ അല്ലാഹ്. സാഹിരീങ്ങളെ സിഹറിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്, മാക്രീങ്ങളെ മക്റിനെ തൊട്ട് കാക്കണേ അല്ലാഹ്, ഫത്താനീങ്ങളെ ഫിത്നയെ തൊട്ട് കാക്കണേ അല്ലാഹ്, ളാലിമീങ്ങളെ ളുൽമിനെ തൊട്ട് കാക്കണേ അല്ലാഹ്, ഐനീങ്ങളെ ഐനിനെ തൊട്ട് കാക്കണേ അല്ലാഹ്, ചതിയന്മാരെ ചതിയെ തൊട്ട് കാത്ത് സംരക്ഷിക്കണേ അല്ലാഹ്. ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തിലാക്കണേ അല്ലാഹ്, ഈമാൻ കാമിലാക്കണേ തമ്പുരാനെ. ഞങ്ങളെ ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്. കിബ്റില്ലാത്ത, ഹസദില്ലാത്ത നല്ല സംശുദ്ധമായ ഹൃദയങ്ങൾ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്, നീ നൽകണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസിനെ അഭിവൃദ്ധിയിൽ നിന്നും അഭിവൃദ്ധിയിലേക്ക് നീ ഉയർത്തണേ അല്ലാഹ്, ഉയർത്തണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങൾക്ക് നീ കാവലേഖണേ അല്ലാഹ്, നീ കാവലേഖണേ അല്ലാഹ്. അല്ലാഹു ഇസ്സത്ത് നീ നിലനിർത്തണേ അല്ലാഹ്, ഇസ്സത്ത് നീ നൽകണേ അല്ലാഹ്. ആരുടെ മുമ്പിലും നീ വഷളാക്കല്ലേ അല്ലാഹ്, മാനം കെടുത്തല്ല തമ്പുരാനെ. ആരുടെ മുമ്പിലും മുട്ടുമടക്കേണ്ട, തല കുനിക്കേണ്ട, കൈ നീട്ടേണ്ട അവസ്ഥ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, നീ നൽകല്ലേ അല്ലാഹ്. അഭിമാനം നീ നൽകണേ അല്ലാഹ്, അഭിമാനം നൽകണേ തമ്പുരാനെ. മാരകമായ അസുഖങ്ങൾ നിന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാഹ്, നീ പരീക്ഷിക്കല്ലേ തമ്പുരാനെ. റഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങളെ സമ്പത്തിനെയും ഞങ്ങളെ ശരീരത്തെയും ഒരുപോലെ കാർന്നു നിന്നുന്ന മാരകമായ ക്യാൻസർ, ട്യൂമർ, അറ്റാക്ക് പോലുള്ള അസുഖങ്ങൾ നിന്നുള്ള ഞങ്ങളെ പ്രയാസപ്പെടുത്തല്ലേ അല്ലാഹ്, ഞങ്ങളെ ബുദ്ധിമുട്ടിലാക്കല്ലേ അല്ലാഹ്. റഹമുർ റഹീമീനായ അല്ലാഹ്, അത്തരം അസുഖങ്ങൾ ഞങ്ങളെ ശരീരത്തിൽ നീ നൽകല്ലേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസ് കാണുന്ന ആർക്കും നീ കൊടുക്കല്ലേ അല്ലാഹ്. റഹമുർ റഹീമീനായ അല്ലാഹ്, അത്തരം അസുഖങ്ങൾ പ്രയാസപ്പെടുന്നവർക്ക് നീ പരിപൂർണ ആജിലായ കാമിലായ ശിഫ നീ നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്, നീ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാഹ്. ആക്സിഡന്റ്, അപകട മരണങ്ങൾ അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. റോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന
മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലേ അല്ലാ, നീ മാറ്റല്ല തമ്പുരാനെ, നീ മാറ്റല്ല തമ്പുരാനെ. മരണം ഹൈറാകുന്ന സമയത്ത് നല്ലവരുടെ സാന്നിധ്യത്തിൽ കലിമ ചൊല്ലി മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ, ഞങ്ങളെ പെടുത്തണേ അല്ലാ, ഞങ്ങളെ പെടുത്തണേ തമ്പുരാനെ. ഈ മജ്ലിസ് കാണുന്നവർക്ക് ധാരാളം മുറാദുകൾ അവരുടെ മനസ്സിലുണ്ട് അല്ലാ, നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളെ മജ്ലിസിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, ഞങ്ങളെ ഉപ്പാപ്പമാരുടെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ, നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. ഭർത്താക്കന്മാരുടെ കാര്യം പറഞ്ഞുകൊണ്ട് ദുആ വസിയത്ത് ചെയ്ത ഭാര്യമാരുണ്ട് അല്ലാ, ഭർത്താക്കന്മാരെ നീ നന്നാക്കണേ അല്ലാ, അവർക്ക് ഹൈറായ ജോലി കൊടുക്കണേ അല്ലാ, അവരെ സ്വഭാവങ്ങളെ നീ നന്നാക്കണേ തമ്പുരാനെ. ഭാര്യമാരുടെ കാര്യം പറഞ്ഞു ഭർത്താക്കന്മാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, അവരെ സ്വഭാവങ്ങൾ നന്നാക്കണേ അല്ലാ, അവർക്ക് അല്ലാഹുവേ ഹൈറായ നിലയിൽ മരണം വരെ സന്തോഷത്തോടുകൂടി ജീവിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ. മക്കളെ കാര്യങ്ങൾ പറഞ്ഞ് ദുആ വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, അർഹമുർ റഹീമീനായ അല്ലാ, മക്കളെ നീ നന്നാക്കണേ അല്ലാ, സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. മക്കളെ കല്യാണ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട്, തടസ്സങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അല്ലാഹുവേ മക്കൾക്ക് സ്വാലിഹായ ഇണകളെ നീ കൊടുത്തനുഗ്രഹിക്കണേ അല്ലാ, നീ കൊടുത്തനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാ കൺകുളിർമയോടുകൂടി കാണാനുള്ള ഭാഗ്യം അല്ലാഹ് അവർക്ക് നീ കൊടുക്കണേ അല്ലാ. ആ പൊന്നുമാക്കും പൊന്നുപ്പാക്കും കൊടുത്തനുഗ്രഹിക്കണേ അല്ലാ, നീ കൊടുത്തനുഗ്രഹിക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാ, ഞങ്ങളെ നീ കൊയക്കല്ലേ അല്ലാ, ഞങ്ങളെ നീ തളർത്തല്ലേ അല്ലാ, നീ ബുദ്ധിമുട്ടിലാക്കല്ലേ അല്ലാ, നീ ഇടങ്ങേറിലാക്കല്ലേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാ, ധാരാളം ആളുകൾ രോഗികളാണ് അല്ലാ, രോഗശമനം നീ കൊടുക്കണേ അല്ലാ, കൊടുത്തനുഗ്രഹിക്കണേ അല്ലാ. കാല് വേദനയാണ് തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാ, അല്ലാഹുവേ നീ ശിഫ കൊടുക്കണേ അല്ലാ, നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ. ഇബാദത്തിന് പോലും തടസ്സപ്പെടുന്ന രോഗം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, ഇബാദത്തിന് തടസ്സം വരുന്ന രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാ, നീ മാറ്റല്ലേ തമ്പുരാനെ. ലിവർ സംബന്ധമായ രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്, ഹൃദയ സംബന്ധമായ രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അർഹമുർ റഹീമീനായ അല്ലാ, പരിപൂർണ്ണ ശിഫ കൊടുക്കണേ അല്ലാ. ഡയാലിസിസ് രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, നീ ശിഫ കൊടുക്കണേ അല്ലാ, നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ. തല സംബന്ധമായ രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്, മാറാത്ത തലവേദനയുള്ളവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അല്ലാഹുവേ നീ ശിഫ കൊടുക്കണേ അല്ലാ, നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ. പ്രഷറും കൊളസ്ട്രോളും പ്രമേഹമുള്ളവരുണ്ട് അല്ലാ, നീ ശിഫ കൊടുക്കണേ അല്ലാ, നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ. യൂറിക് ആസിഡിന്റെ പ്രയാസങ്ങൾ വന്നുകൊണ്ട് കിണുപ്പുകളിൽ സഞ്ചാരപ്പെടുന്നവരുണ്ട് അല്ലാ, നീ ശിഫ കൊടുക്കണേ അല്ലാ, നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ. തൈറോയിഡിന്റെ അസുഖങ്ങളുള്ളവരുണ്ട് അല്ലാ, കൺകാഴ്ച മങ്ങി വരുന്നവരുണ്ട് അല്ലാ, കാഴ്ച ശക്തി നീ കൊടുക്കണേ അല്ലാ, നീ കൊടുത്തനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളെ നീ കാത്തോളണേ അല്ലാ, ഞങ്ങൾക്ക് നീ കാവല് നൽകണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാ, മരിക്കുന്നതിന് മുമ്പ് റൗള ഞങ്ങളെ കണ്ണുകൊണ്ട് കാണിക്കണേ അല്ലാ. ഞങ്ങളെ പാപം പതിഞ്ഞ പാദമത്താഫിലൊന്ന് നിർത്തി ദുഃഖദോഷ ഭാണ്ഡക്കെട്ടുകൾ അവിടെ ഇറക്കി വെച്ച് കഅബയുടെ കില്ല പിടിച്ച് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ, നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. ഹബീബായ റസൂലുള്ളാഹിന്റെ റൗള ശരീഫിലേക്കൊന്ന് ചെന്ന് അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ് എന്ന് പൊട്ടിക്കരഞ്ഞ് സലാം പറയാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ, നീ ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളെ നേതാവിന്റെ ചാരത്തൊന്ന് എത്താൻ, മരിക്കുന്നതിന് മുമ്പ് അവിടെ എത്താൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ, നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. പോയവർക്ക് ഇനിയും ഇനിയും പോവാൻ നീ തൗഫീഖ് കൊടുക്കണേ അല്ലാ, നീ തൗഫീഖ് കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാ, ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തിലാക്കണേ അല്ലാ, ഈമാൻ
ഈമാൻ കാമിലാക്കണേ അല്ലാ. ഞങ്ങൾ ധാരാളം ആളുകൾ മൗത്തായി പോയി അല്ലാ. ഇന്ന് ഖബറിലാണ് അല്ലാ, 6 അടി മണ്ണിലാണ് അല്ലാ. അല്ലാഹുവേ പുറത്തു കൊടുക്കണേ അല്ലാ, പുറത്തു കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളെ 10 മാസം നൊന്ത് പ്രസവിച്ച് മാറോടണച്ച് അമ്മിഞ്ഞപ്പാല് തന്ന പൊന്നാര പൊന്നുമ്മ ഇന്ന് ഖബറിലാണ് അല്ലാ. ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ഉമ്മ ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ, ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ. നിന്റെ മാലാക്കന്മാരുടെ സഹായം പൊന്നുമ്മാന്റെ ഖബറിൽ നീ എത്തിക്കണേ അല്ലാ, നീ എത്തിക്കണേ തമ്പുരാനെ. ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി ഉരുകി തീർന്നതുപോലെ ഉരുകി തീർന്ന പൊന്നാര പൊന്നുപ്പ ഇന്ന് ഖബറിലാണ് അല്ലാ. ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. അല്ലാ, ഉപ്പ ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ. നിന്റെ മാലാക്കന്മാരുടെ സഹായം പൊന്നുപ്പാന്റെ ഖബറിൽ നീ നൽകണേ അല്ലാ. ഇന്നല്ലെങ്കിൽ നാളെ അതുപോലെ ഞങ്ങളും മരണപ്പെടുമല്ലോ, മൗത്താകുമല്ലോ. ഞങ്ങളെ വീടിന്റെ ഉമ്മരപ്പടിയിൽ ഉണക്കക്കെട്ടിൽ ഞങ്ങളെ മലത്യങ്ങ് കെടുത്തു. ഈ താടി തലയിലേക്ക് കെട്ടപ്പെടുമല്ലോ, മൂക്കിൽ പഞ്ഞി തിരുകപ്പെടും അല്ലാ. സമയത്ത് മുഖത്തീമാനിന്റെ പ്രഭ നൽകണേ അല്ലാ, മുഖത്തീമാനിന്റെ പ്രഭ നൽകണേ തമ്പുരാനെ. ഞങ്ങളെ ജനാസയും ചുമന്ന് വയ്യോരങ്ങളിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് ഖദ്ദിമൂനി എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാസയപ്പെടുത്തണേ അല്ലാ, ഞങ്ങളെ ജനാസയപ്പെടുത്തണേ അല്ലാ. ഊരക്കമുണ്ടിട്ട് ഞങ്ങളെ ഖബറിലേക്ക് ഇറക്കി വെക്കും അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ കബറ് മണ്ണിനോട് ചേർക്കപ്പെടും അല്ലാ. ആ സമയത്ത് ഖബറിൽ രക്ഷ നൽകണേ അല്ലാ, രക്ഷ നൽകണേ അല്ലാ. നിന്റെ മാലാക്കന്മാരുടെ സഹായം ഖബറിൽ നൽകണേ അല്ലാ, നീ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ആരാരും രക്ഷക്കില്ലാത്ത എവരാരും രക്ഷക്കില്ലാത്ത ഖബറിൽ നീ രക്ഷ നൽകണേ അല്ലാ, നീ രക്ഷ നൽകണേ അല്ലാ, നീ രക്ഷ നൽകണേ തമ്പുരാനെ. നിന്റെ സ്വർഗ്ഗം ഞങ്ങൾക്ക് അവകാശമില്ല അല്ലാ, നീ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. കത്തിക്കരിയുന്ന ഭീകരമായ നരകം അല്ലാ ഞങ്ങൾക്ക് നീ ഹറാം ചെയ്യണേ അല്ലാ, നീ ഹറാമാക്കണേ അല്ലാ, നീ ഹറാമാക്കണേ അല്ലാ. ബിസ്മില്ലാഹിൽ അമാനുൽ അമാൻ മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരി ശൈത്താൻ വമിൻ ദുൽമിസ് സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലൈഹി സുബ്ഹാനല്ലാഹ്. നമ്മളെപ്പോഴും പറയുന്നത് പോലെ മജ്ലിസ് കഴിഞ്ഞാൽ ഒരു പോസ്റ്റർ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കാണാം. നമ്മളെ സയ്യിദിയും മജ്ലിസിന്റെ കീഴിൽ 2 ഹറമുകളിലേക്ക് ഉംറ സർവീസ് ഇൻഷാ അല്ലാഹ് നടത്തുന്നുണ്ട്. എൻ്റെ നേതൃത്വത്തിൽ പോവാൻ താല്പര്യമുള്ള ആളുകൾ, നമ്മുമായി ബന്ധപ്പെടുന്നവരിൽ, നമ്മളെ കുടുംബത്തിൽ, നമ്മളെ അയൽവാസികളിൽ ഉള്ളവർ ഇൻഷാ അല്ലാഹ് അവരിലേക്കും ഈ സന്ദേശം നിങ്ങൾ അറിയിച്ചു കൊടുക്കുക. പോവാൻ താല്പര്യമുള്ള ആളുകൾ, സീറ്റുകൾ പരിമിതമാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്യുക. എല്ലാം കൊണ്ടും നിങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിലാണ് സർവീസ് നടത്തുന്നത്. അതിൻ്റെ ബഡ്ജറ്റ് ആണെങ്കിലും റൂം സൗകര്യമാണെങ്കിലും ഭക്ഷണ സൗകര്യമാണെങ്കിലും എല്ലാം നിങ്ങൾക്ക് റാഹത്തായ രീതിയിലാണ് ഇൻഷാ അല്ലാഹ് സർവീസ് നടത്തുന്നത്. താല്പര്യമുള്ള ആളുകൾ മുൻകൂട്ടി ഇൻഷാ അല്ലാഹ് ബുക്ക് ചെയ്ത് സീറ്റ് ഉറപ്പുവരുത്തുക. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. മഖ്ബൂലും മബ്റൂറും മർളിയുമായ ഉംറയും സിയാറത്തും നിർവഹിക്കാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ചെയ്തവർക്ക് ഇനിയും പോവാൻ അല്ലാഹ് നീ ഭാഗ്യം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്, നീ ഭാഗ്യം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.